മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ജി സുധാകരന്റെ ഒരു വിവാദ പ്രസംഗം 1989 ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ച CPMന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടിൽ തിരുത്തൽ വരുത്തി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പ്രസംഗം. പിന്നീട് അദ്ദേഹം തിരുത്തുകയും ചെയ്തു. ഇപ്പോൾ അന്ന് മത്സരിച്ച 36 വർഷങ്ങൾക്ക് മുൻപ് അന്ന് വക്കം പുരുഷോത്തമനെതിരെ മത്സരിച്ച KV ദേവദാസ് സാറാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന് 90 വയസ്സ് ഈ 25-ന് പൂർത്തിയാകും. സഖാവേ, ഈ ജി സുധാകരന്റെ ഒരു പ്രസംഗം ശ്രദ്ധിച്ചിരുന്നു? ജി സുധാകരന്റെ പ്രസംഗം ഇന്നലെ TV-യിൽ കണ്ടതോടുകൂടിയാണ് എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. ആ റിപ്പോർട്ടുണ്ടപ്പോൾ എന്താ ഇങ്ങനെ പ്രതികരിക്കാൻ? എൻ്റെ ശ്രദ്ധയിൽ, സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു സംഭവം പെട്ടിട്ടില്ല. ആരും എൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുമില്ല. ഈ കഴിഞ്ഞ 36 വർഷമായി പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ആരും, നിരവധി പേര് ഇപ്പോഴും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആരും സൂചിപ്പിച്ചിട്ടില്ല. അപ്പോൾ സുധാകരൻ്റെ പ്രതികരണം പോലെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സുധാകരൻ നല്ല സംഘാടകനും നല്ല പ്രവർത്തകനുമാണ്. സുധാകരൻ എൻ്റെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരല്ല, 7 അസംബ്ലി മണ്ഡലം ചേർന്നതാണ് ഇപ്പോൾ ആലപ്പുഴ പാർലമെൻറ്റ്. ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് നേതൃത്വം നൽകിയ ആളാണ് സുധാകരൻ. നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനില്ലേ സർവീസ് രംഗത്ത് നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന ആളാണല്ല. KGTയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, FSCTO പ്രസിഡന്റ് ആയിരുന്നു, ആക്ഷൻ കൗൺസിലോ ടീച്ചേഴ്സ് അസോസിയേഷൻ അധ്യാപക സർവീസ് നയിക്കാൻ സംസ്ഥാന കൺവീനറായിരുന്നു. 12 വർഷം മൊത്തം ജീവനക്കാരുടെ പേ റിവിഷൻ ഉൾപ്പെടെയുള്ള സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തതാണ്. എന്തുകൊണ്ടായിരിക്കും ജി സുധാകരൻ ഇങ്ങനെ ഒരു പരാമർശം നടത്താൻ കാരണം? ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ പറയാൻ കാര്യം എന്തായിരിക്കും? അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നുള്ളത് എനിക്കറിയാം. പാഴൂർ പഠിക്കൽ വരെ പോകണം അത് അന്വേഷിച്ചെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അന്നത്തെ കാലത്ത് അങ്ങനെ തപാൽ വോട്ടിൽ തിരുത്തൽ വരുത്താനൊക്കെ പറ്റും. അങ്ങയുടെ ശ്രദ്ധയിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അത് ചിലപ്പോഴൊക്കെ പുള്ളിക്ക് ഇങ്ങനെ സ്ഖലിതങ്ങളൊക്കെ പെടാറുണ്ട്. അക്കൂട്ടത്തിൽ പെട്ടതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും എൻ്റെ വിശ്വാസത്തിൽ സുധാകരൻ അങ്ങനെ ഒരു പ്രവർത്തിക്ക് കൂട്ടുനിൽക്കുമെന്നും തോന്നുന്നില്ല. ചെയ്യലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ഒരു പ്രവർത്തിക്ക് കൂട്ടുനിൽക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അന്ന് അങ്ങേക്ക് ഈ സർവീസ് സംഘടന, പ്രത്യേകിച്ച് NGO യൂണിയനിലെ മുഴുവൻ വോട്ടും കിട്ടിയിരുന്നില്ല എന്നാണ് ജുസാർ മറ്റൊരു, അതായത് 15% വോട്ട് കിട്ടിയത്. അത് ശരിയല്ല. NGO യൂണിയൻ, ഞാൻ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ KGTAയും NGO യൂണിയനും അതുപോലെയുള്ള സർവീസ് സംഘടനകൾ ചേർന്നുള്ള ഫെഡറേഷനാണ് FSCTO. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഞാൻ. ആ സ്ഥാനത്തു നിന്നാണ് വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്ത് മത്സരിക്കാനായിട്ട് വരുന്നത്. ആ NGO യൂണിയൻകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിൽപ്പെട്ടവരോ അധ്യാപകരോ എനിക്കെതിരാകുമെന്നുള്ള ഒരു വിശ്വാസവും എനിക്കില്ല. അവരെല്ലാം വളരെ സിൻസിയറായി, അവരെല്ലാം ആക്റ്റീവ് വർക്കേഴ്സ് ആകലല്ലോ, സർവീസ് സംഘടന രംഗമല്ലേ. പൊളിറ്റിക്കൽ റൈറ്റ്സ് ഇല്ല ഇപ്പോഴും സർക്കാർ ജീവനക്കാർക്ക്. പിന്നെ അവരുടെ അനുഭാവവും മറ്റൊരു രൂപത്തിൽ മറ്റു പ്രവർത്തകരാണ് മുഖ്യമായും പ്രവർത്തന രംഗത്തുള്ളത്. ഒരിക്കലും NGO യൂണിയൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുമെന്നും എനിക്ക് ധാരണയില്ല. അവരെല്ലാം എൻ്റെ ഇടം വലം കൈകളായിരുന്നു. എന്താണെങ്കിലും സുധാകരൻ അന്നത്തെ മികച്ച സംഘാടകനായിരുന്നു. പക്ഷെ അദ്ദേഹം നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലിൽ അവാസ്തവമാണ്. അതിൽ അത്ഭുതത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നതെന്നാണ് നമ്മുടെ KV ദേവദാസ്, അന്നത്തെ വിവാദ പ്രസംഗത്തിന് ഇടയായ അന്നത്തെ സ്ഥാനാർത്ഥി, ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത്.